ഇസ്രായേലിനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ ആവർത്തിച്ചു. ഏകദേശം ഒരു മാസമാവാറായി ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ട്. ഒക്ടോബർ 26-നാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത്. ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ആക്രമണം നടത്തിയത് എന്നും 100 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു എന്നതിന് സ്ഥിരീകരണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ വ്യത്യസ്ത മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അത് അപ്പടി തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇന്നത്തെ ലോകത്തിന് സാധിക്കയില്ല എന്നുള്ളതും അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പല ഘട്ടത്തിലും അവരിൽ നിന്ന് തന്നെ തെളിഞ്ഞതാണ് എന്ന തരത്തിലുമാണ് ഒക്ടോബർ 26-ന് നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് തന്നെ പ്രതികരിച്ചത്. ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് പെഷഷ്കിയാൻ പറഞ്ഞത്, ഞങ്ങൾ മൗനം പാലിക്കുകയാണ്, പക്ഷേ തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവും. ഒക്ടോബർ 1-ന് ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടി എന്ന തരത്തിലാണ് ഒക്ടോബർ 26-ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഏകദേശം ഒരു മാസമാവാറായിട്ടും ഇറാന്റെ ഭാഗത്ത് തിരിച്ചടിയൊന്നും ഉണ്ടാവില്ലേ എന്ന ചാനലുകാരുടെ ചോദ്യത്തിനാണ് പെഷഷ്കിയാൻ മറുപടി പറഞ്ഞത്, തീർച്ചയായിട്ടും ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇറാന്റെ ഭൂമിയിൽ അന്യായമായി മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്, അതുണ്ടാവുക തന്നെ ചെയ്യും. സൈനികരെ ഏകോപിപ്പിക്കുകയും സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതി പരിഷ്കരിക്കുകയുമാണ് തങ്ങൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തി ഭാഗങ്ങൾ സംരക്ഷിക്കുക, ജനങ്ങളുടെയും അവരുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുക, ശത്രുഭാഗത്തു നിന്ന് എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തീർക്കുക, അക്രമങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ യുദ്ധം കഠിനമാകുന്ന സ്ഥിതിവിശേഷം വന്നാൽ വിജയം വരെ യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ അകത്ത് ഒറ്റുകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനു മുൻപ് വന്നതാണ്. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ ഇറാന്റെ തലസ്ഥാന നഗരിൽ വെച്ച് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് എങ്ങനെയാണ് അത്തരം ഒരു രഹസ്യം ഈ ഹമാസിന്റെ നേതാവ് ഈ മേഖലയിലെ വീട്ടിൽ താമസിക്കുന്ന ഒരു വിവരം IDF സംവിധാനത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന് അറിയാൻ വേണ്ടി സാധിച്ചത് എന്നതിനെക്കുറിച്ച് വലിയ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് സൈനികർക്കിടയിൽ ഒറ്റുകാരുണ്ടെങ്കിൽ തങ്ങൾ കണ്ടുപിടിക്കുമെന്നും സംശയത്തിന്റെ മുനയിൽ 2-3 പേരുണ്ട്, അവരെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില വസ്തുതകൾ തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ പറഞ്ഞു. ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത് എന്നോ എന്തൊക്കെയാണ് മറുപടി പറഞ്ഞതോ എന്നതിനെക്കുറിച്ചൊന്നും വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന കാര്യം, സൈനിക മേഖലയിലുള്ള ഒറ്റ് പല ഘട്ടങ്ങളിലും രാജ്യത്തിന്റെ യുദ്ധ പരാജയത്തിൽ എത്തിച്ചിട്ടുണ്ട്. അത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയതല്ല, 6 ദിനം നീണ്ടുനിന്ന യുദ്ധം, അറബ് ഇസ്രായേൽ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. പകരം എന്ത് ചെയ്തിട്ടുണ്ട്? സൈനികരെക്കുറിച്ചുള്ള ഒറ്റുകാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിന് ഒറ്റുകൊടുത്തു. യുദ്ധം ചെയ്യുന്ന സമയത്തെക്കുറിച്ചും അതിന്റെ സംവിധാനത്തെക്കുറിച്ചും ടാങ്കുകളും യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും നിർത്തിയിരിക്കുന്ന പ്രദേശത്തെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം തുടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ അല്ലെങ്കിൽ സൈനിക വിമാനങ്ങൾ ഈ മേഖലയെ ആക്രമിച്ചുകൊണ്ട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം ആരംഭിക്കുകയും ചെയ്തത്. റഡാറിൽ പോലും പിടിക്കപ്പെടാത്ത രീതിയിലാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അന്നത്തെ ദിവസം ഒക്ടോബർ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് പറന്ന് ഈജിപ്തിന്റെ യുദ്ധ വിമാനങ്ങളെയും യുദ്ധ ടാങ്കുകളെയും ആക്രമിക്കുന്നത്. അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് എന്നതിനാൽ തന്നെ പെട്ടെന്ന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് സൈനികർക്ക് സാധിച്ചിട്ടില്ല. പല സൈനികരും ആ സമയത്ത് ടാങ്കറുകളില്ലായിരുന്നു, യുദ്ധവിമാനങ്ങളില്ലായിരുന്നു, പുറത്തായിരുന്നു. ഏകദേശം ഒരു 7 മണിയുടെയും 8 മണിയുടെയും സമയത്താണ് ആക്രമണം ഉണ്ടായത്. യുദ്ധം എന്ന് പറയുന്നത് 10 മണിക്കോ അതിനുശേഷമോ തുടങ്ങുന്ന രീതിയിലാണ് ഏകദേശമൊക്കെ രൂപം ഉണ്ടായത്. അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ളൊരു യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലാണ്. അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഈ സൈനികർ ടാങ്കറുകളിൽ ഇല്ല എന്നുള്ള വിവരം പോലും ഒറ്റുകൊടുത്തിട്ടുണ്ട്. അത് ഫ്രാൻസ് ആണെന്നും അമേരിക്കയാണെന്നും സൈനികർക്കിടയിലുള്ള മറ്റുള്ളവരാണെന്നൊക്കെ അന്ന് ഒരുപാട് ആരോപണ കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായിരുന്നാലും 6 രാജ്യങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒറ്റക്ക് നിന്നുകൊണ്ട് ആ യുദ്ധത്തിൽ അവർക്ക് മേൽക്കൈ നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായ രീതിയിൽ ഇസ്രായേലിന് വലിയ അംഗീകാരം അന്താരാഷ്ട്ര മേഖലയിൽ ഉണ്ടാക്കി കൊടുത്ത കാര്യമാണ്. മാത്രവുമല്ല, ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന പല രാജ്യത്തിനും അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു എന്നൊരു വിഷയമുണ്ട്. രണ്ടാമത് ആ വിഷയം ഇതിനോടൊപ്പം തന്നെ പെഷഷ്കിയാൻ പരാമർശിച്ചതാണ്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യം നിങ്ങൾക്കറിയില്ലേ? ആ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം യുദ്ധം കൊണ്ട് പരാജയപ്പെടുത്തിയതല്ല, പകരം
ഒറ്റുകാരുണ്ടായിരുന്നു. ഇതേ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഹമാസിന്റെ നേതാവിനെ ഒറ്റുകൊടുത്തതിലും ഉണ്ടായിരുന്നു. അവരെ കണ്ടെത്തുക, അത്തരം ആളുകളെ പിടികൂടിയിട്ട് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതും തങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് സൈനികർക്കിടയിൽ വലിയ രീതിയിലുള്ള രഹസ്യമായിരിക്കുന്ന അന്വേഷണങ്ങളും അവരെ ഏകോപിപ്പിക്കാനുള്ള വലിയ സംവിധാനങ്ങളും ഇപ്പോൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതിന് റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ നമുക്ക് സഹായങ്ങൾ നൽകുന്നു. ആദ്യം തങ്ങളുടെ രാജ്യവും തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും തങ്ങളുടെ ജനങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും ഇസ്രായേലിന് നേരെ ആക്രമണം. തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രമം ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്ന തരത്തിലാണ്. കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് നേരെയാണ് അവർ ആക്രമിച്ചത്. അതുകൊണ്ട് തിരിച്ചടി തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത്തരമൊരു പ്രതികരണം വന്നതോടുകൂടി വീണ്ടും മേഖല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന സ്ഥിതിവിശേഷം ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. കാര്യമെന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏകദേശ വെടിനിർത്തൽ അവിടെ ധാരണയായിട്ടുണ്ട്. ആ വെടിനിർത്തൽ ധാരണ ഏത് തരത്തിലാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടക്കുന്നു. കാരണം ഏകപക്ഷീയമായിരിക്കുന്ന ഒരു വെടിനിർത്തലാണെന്നുള്ള അഭിപ്രായം ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അതിന് സ്ഥിരീകരണ കാര്യങ്ങൾ പറയുകയോ വിശദീകരണങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല എന്നതിനാൽ തന്നെ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നിരീക്ഷിക്കുകയാണ്. തങ്ങൾ ശ്രദ്ധാപൂർവ്വം ഓരോരോ ഭാഗങ്ങളിലുള്ള ഇസ്രായേലിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഇനി എത്രത്തോളം ആയുധങ്ങളുണ്ട്, അവർക്ക് എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം അവർ മുന്നേറാൻ വേണ്ടി സാധിക്കും, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇനി ഇസ്രായേലിനെ സഹായിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ബന്ധം, അതിൽ ഓരോരോ രാജ്യങ്ങളും പറഞ്ഞുകൊണ്ട് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരോ രാജ്യങ്ങളും ഇസ്രായേലിന് ഇപ്പോൾ സഹായിക്കുന്നുണ്ടോ, സഹായിക്കുന്നില്ലേ, ഇനി സഹായിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് സഹായിക്കുക, ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും സൈനികരെക്കുറിച്ചും യുദ്ധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പഠനം യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് അനിവാര്യമാണ് യുദ്ധം, അത് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്രഖ്യാപിതമായിരിക്കുന്ന ഒരു ദിവസത്തിലും ഒരു സമയത്തിലും തിരിച്ചടി ഉണ്ടാവും എന്ന തരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാണെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലും ചില പടിഞ്ഞാറൻ മീഡിയകളൊക്കെ നടത്തിയിരുന്നു. അവർ പറയുന്ന കാര്യം, നിലവിൽ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ട്രംപിന്റെ കാലം വരുന്നതോടുകൂടി യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് അപ്രതീക്ഷിതമാണ്, അസാധ്യമാണ് എന്ന തരത്തിൽ, അസാധ്യമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു സാധ്യത കാണുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശം അവർ നടത്തുന്നുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയുമായിട്ട് ഒരു ആയുധ കരാറോ ഉടമ്പടിയോ ഇല്ല എന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളായി അവർ തമ്മിൽ വലിയ ബദ്ധശത്രുക്കളായി തന്നെ കഴിയുകയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു സഹകരണങ്ങളൊന്നും ഭാവിയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നതിനാൽ അമേരിക്കയുടെ നിലപാടുകൾ അവിടെ ആര് ഭരണം മാറി വന്നാലും ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഏത് തരത്തിലാണെങ്കിലും എല്ലാ കാലത്തും ഇറാൻ ഒറ്റപ്പെടുത്തുന്ന രീതിയിലും ഈ ഫലസ്തീനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടിൽ നിന്ന് അമേരിക്ക വ്യതിചലിക്കുകയില്ല, അവർ മാറുകയില്ല. അവരുടെ നിലപാടുകൾ കൃത്യമാണ്. അത് ഇറാന്റെ വിരുദ്ധതയാണ്, പാലസ്തീൻ വിരുദ്ധതയാണ്. ഇസ്രായേലിന്റെ നിലപാട് എന്താണോ ആ നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യമല്ല എന്നുകൂടി വിശേഷിക്കാൻ പറയുകയാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുകൂടി തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. റഷ്യയുടെ സഹായത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, പരമാവധി സഹായങ്ങളൊക്കെ തങ്ങളുടെ ഈ സുഹൃത്ത് രാജ്യമായിരിക്കുന്ന റഷ്യ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നും ആവശ്യമെങ്കിൽ അവർ ഇനിയും നൽകാൻ തയ്യാറാണ് എന്നുള്ളതും, ആയുധ ശേഖരങ്ങളൊക്കെ തങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് കൂടി വേണ്ടിയാണ്. ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് വലിയ ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് വരുന്നതെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ പോലും ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റുകയും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിൽ തങ്ങളെ സൈനികരെ സംവിധാനിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സൈനികർക്ക് സ്വതന്ത്രമായിരിക്കുന്ന ചുമതലകൾ കൊടുക്കും. യുദ്ധവിജയത്തിന് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ യുദ്ധ സാഹചര്യത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണോ പ്രത്യാക്രമണം നടത്തേണ്ടത് എന്നതിൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു ചുമതല കൂടി ഈ ഇറാന്റെ സൈനികർക്ക് നൽകിയിട്ടായിരിക്കും
ഈ യുദ്ധത്തെ നയിക്കുക. തീർച്ചയായിട്ടും ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും സൈനികർക്ക് നൽകുകയും സൈനികർ ഈ യുദ്ധം തുടങ്ങി വിജയിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലെബനാനിന്റെ ആക്രമണം പോലും തടുക്കാൻ പറ്റാത്ത വിധം സൈനികപരമായ രീതിയിലുള്ള വലിയ പരാജയം ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കും, അതിനുവേണ്ടി കാത്തിരുന്നോളാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇറാന്റെ പ്രസിഡന്റ് പെഷഷ്ക്യാൻ തന്നെ പറഞ്ഞതോടുകൂടി വീണ്ടും ഈ മേഖല പ്രതിസന്ധിയാവാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.